തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിലിൽ, പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളി അങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു, അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ജോസഫ് കുറുമ്പശ്ശേരി അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാറിയോസേഫ് മെത്രാന്റെ മുൻപാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുടെ പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകമായ ഈ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പിതാവിനോട് കൂടി ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ നിറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമാനിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളും വിധേയത്വത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ യോസെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇപ്പോൾ മുടിമുറിക്കൽ കർമ്മമാണ്. മിശിഹ പുരോഹിതാർത്ഥിയുടെ പാവഭാരം മുഴുവൻ നീക്കിക്കളഞ്ഞ് അദ്ദേഹത്തെ പൗരോഹിതത്തിന് അടുത്ത വിശുദ്ധിയിലേക്ക് ആനയിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സകലനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് കൃപാപൂർവ്വം ഞങ്ങളെ പരിരക്ഷിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായി ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായി ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം എന്നേക്കും. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെയും മഹാത്മതയെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെയും പ്രചോദിപ്പിക്കുന്ന തുടർന്നു വരുന്ന പ്രാർത്ഥനാകാലം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു.
വിശിഷ്ടസ്ഥാനം എങ്കിലുമിന്നോ പുരോഹിത നിരയോ അവരെയെല്ലാം തുലനം ചെയ്ത ദൈവിക ദൂതൻ മാരവരണിയും പദവികൾ നികരാ നിസ്സാരങ്ങൾ എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ വരവേറ്റ വിശിഷ്ടസ്ഥാനം സകലങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. ഭഗവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവരെന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ ഇത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സഖിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. എത്ര സമുന്നതം ഇന്നോ പുരോഹിത നീ വരവേറ്റ വിശിഷ്ടസ്ഥാനം സമുന്നതമിന്നു
എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പുരാതന കാലത്തും ആധുനിക കാലത്തും അങ്ങയുടെ വിശ്വസ്തദാസന്മാരെ അങ്ങ് ധരിപ്പിച്ച പുരോഹിത വസ്ത്രം അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ആരാധകനെ ധരിപ്പിക്കണമേ. രാവും പകലും കറകൂടാതെ അങ്ങേക്ക് സമാധാന ബലി സമർപ്പിക്കുവാൻ ഈ ദാസനെ ചിത്തനാക്കണമേ. അധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം എന്നേക്കും. നമ്മുടെ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പാപവിമോചനത്തിൻ്റെയും പ്രതീകമാണ്. ദൈവത്തിനായി തന്നെ സമർപ്പിച്ച തൻ്റെ സുതനോട് പാവമാലിന്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ തിരുസഭാ മാതാവ് ഉദ്ബോധിപ്പിക്കുകയാണ് അടുത്ത ഗാനത്തിലൂടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പരിശുദ്ധാത്മാവിനും സ്ത്രീയും ആദ്യമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, വിശുദ്ധിയാകുന്ന തൈലം കൊണ്ട് അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ആരാധകരുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കായി തിരുസഭയിൽ പുരോഹിത ധർമ്മം നിർവഹിക്കുവാനും വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കുവാനും അങ്ങയുടെ കരങ്ങൾ ഈ ദാസനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം എന്നേക്കും. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. നൃപനെ വാഴിക്കുന്നവനാ നൃപനെ തിരുരഹസ്യത്തിൽ പരികർമ്മത്തിനു പാപിയതാ ദാസന്നേ അധികാരം. നൃപനെ
വസിച്ചിടുവാൻ നാഥ കൃപ നീ ചൊരിയണമേ. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങാകുന്നു. അങ്ങയുടെ ദിവ്യസഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു. ഞാനൊരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്ത് ഉയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ വൈരം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ചു ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്തില്ല. അടുത്തു വരുന്ന കാലത്തിനിടയിൽ അർഹതയാകാമെന്ന് നീക്കപ്പെട്ട് വൈദികാർത്തി ആദ്യം ബലിപീഠവും പിന്നീട് മാമോദിസാത്വത്തെയും ചുംബിക്കുന്നു. ദൈവിക ശിവന്റെ ഉറവിടമായ മാമോദിസ പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് അനേകം ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന പുരോഹിത കർത്തവ്യത്തെ അനുസ്മരിപ്പിക്കുവാനാണ് പുരോഹിതാർത്തി മാമോദിസത്തോടെ ചുംബിക്കുന്നത്. അൽത്തായി ബലിയർപ്പിക്കണമെന്നതാണ് അൽത്തായ ചുംബനത്തിന്റെ അർത്ഥം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുരോഹിതനീശോയേ, ദാസനെ പ്രഭ കാട്ടണമേ. വൈദിക ശുശ്രൂഷാത്മകമാ ധർമ്മം ചിതമായി നിറവേറ്റാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അമൂല്യ വരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഈ ദാസന്റെ കരങ്ങൾ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. വിശുദ്ധിയോടെ പൗരോഹിത്യ ധർമ്മം നിർവഹിച്ച പുരോഹിതരുടെ ഗണത്തിൽ യാതൊരു ചേർക്കണമേ. മഹത്വപൂർണയായ സഭയുടെ ചൈതന്യത്താൽ ഇയാളെ നിറയ്ക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങൾ വീശുകയും അങ്ങയുടെ ശബ്ദത്തിരഞ്ഞാൽ ഞങ്ങളുടെ ആത്മാക്കളെ പിതൃക്കന്മാരെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങൾ നന്മയോടെ നിറഞ്ഞ് ഒടിഞ്ഞോടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സഭാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നയിക്കും. സകല
നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതയുടെ നാമം പ്രകീർത്തിക്കുന്നതും സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശുദ്ധരേഷനായ വസിക്കുന്ന പരിശുദ്ധനും സുതരനും കലാനമർജനായ താവേ, അങ്ങയുടെ സ്വഭാവങ്ങളെ രാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആശ്രമിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മോശ തന്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ, മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ,
പെരീസിയർ, ഹിവ്യർ, ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലയവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ വേദികയും നൽകുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിപ്പറ്റങ്ങളെ നയിക്കും. പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിന്റെ പുരോഹിതനെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായി ഒരു ഉടമ്പടി ഉണ്ടാകും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എന്റെ ആത്മാവ് ആനന്ദപ്പെടും. വരൻ പുഷ്പമാല അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷണയാവുന്നത് പോലെയും അവിടെ തന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ നീക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന്റെ സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ആകാശമണ്ഡലം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗീതികളാൽ തെറ്റുവിരോഹിതനായ ഈശോയുടെ സ്മരണയാചരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗീതികളാൽ നിത്യപുരോഹിതൻ ഈശോയുടെ സ്മരണ ആചരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽ പകലിനോട് അവരാമം സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗീതികളാൽ നിത്യപുരോഹിതൻ ഈശോയുടെ സ്മരണ ആചരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ ഗീതികളാൽ നിത്യപുരോഹിതൻ ഈശോയുടെ സ്മരണ ആചരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഗീതികളാൽ നിത്യപുരോഹിതൻ ഈശോയുടെ സ്മരണ ആചരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവനായകനും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി അങ്ങ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും
രക്ഷയെ ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അവരുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം ഗുരുവാശ്രദിക്കുന്നു. ഒരു സഹശാസനം മിശിഹായുടെ സഹനങ്ങളുടെ സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ മേയ്ക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീക്ഷ്ണതയോടെ ആയിരിക്കണം. ഏൽപ്പിക്കപ്പെട്ടവയിൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. അജഗണത്തിന് മാതൃകൾ ആയിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭീഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആ ദിവസം എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ? അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയില്ലേ? അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് വ്യക്തമായി പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങൾ ശ്രമിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനാകുന്നു. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് വന്നു, അവ വീടിന്മേൽ ആഗ്രഹിച്ചു, എന്നിട്ടും അത് വീടില്ല. എന്തെന്നാൽ അതിൻ്റെ അടിത്തറ പാറമേലായിരുന്നു. എൻ്റെ വചനങ്ങൾ ശ്രമിച്ച് അതനുസരിച്ച് ജീവിക്കാത്തവൻ മണലിൽ വീട് പണിത മഴയിലത്രേ. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് വന്നു, അവ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണു. അതിന്റെ വീഴ്ച ഭയാനകമായിരുന്നു. തീരുമാനപ്പെട്ട ജനിച്ച പരിശുദ്ധമുള്ള പ്രധാനന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രൊഫഷണൽ കുടുംബാംഗങ്ങളെ, മറ്റ് സഹോദരങ്ങളെ, നമ്മളുടെ രൂപതയുടെയും ദ്രാസന ദേവാലയത്തിൽ ഒരിക്കൽ കൂടി
നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒരു തിരുപ്പട്ട ശുശ്രൂഷയിൽ നാം എല്ലാവരും പങ്കെടുക്കുകയാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ നടുവിലാണ് ജോസഫ് സെബാസ്റ്റ്യനെ ഈശോയുടെ അഭിഷിക്തനായിട്ട് പുരോഹിതനായിട്ട് തിരുസഭ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ദീർഘമായ ഒരു കാലഘട്ടത്തിലെ പഠനത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും പര്യാലോചനകളുടെയും എല്ലാം ഫലമായിട്ട് ഉള്ള കാര്യമാണ്. വളരെ ആഴമായ രീതിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തിരുവചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പഠിച്ച് ഒരുങ്ങിയതിനു ശേഷമാണ് ഈ പരിപാവനമായ കർമ്മത്തിനായിട്ട് ശമാശൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ തിരുവചനവും അടിത്തറയെക്കുറിച്ചാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായ ഒരു ഫൗണ്ടേഷൻ, പെരുമാറ്റ ശൈലികളിൽ ഉചിതമായ മോട്ടിവേഷൻ ഒക്കെ ഉണ്ടോ എന്ന് പഠിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഈ തിരുക്രമത്തിൻ്റെ പങ്കാളികളായിട്ട് മാറുന്നത്. ഏതൊരു കാര്യത്തിനും മോട്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറുപ്പശ്ശേരി അൽബി ശമാശൻ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു നല്ല അച്ഛനാകണമെന്ന്. ആ പ്രാർത്ഥനയുടെ ഫലം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറ് ഒരിക്കൽ ഒരു അന്ധവിദ്യാലയത്തിൽ പ്രസംഗിച്ചു. എന്നിട്ട് ആ കുട്ടികളോട് അദ്ദേഹം പതിവ് പോലെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ആരാകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ അതിലൊരു കുട്ടി ചാടി ഉത്തരം പറഞ്ഞു, ഐ വാണ്ട് ടു ബി ദ ഫസ്റ്റ് ബ്ലൈൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായിരുന്നു ഉത്തരം. അന്ധവിദ്യാലയത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രസംഗിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കേട്ട ഒരു കുട്ടി പറഞ്ഞ ഉത്തരമാണ്, ഈ രാജ്യത്തിലെ ഏറ്റവും ആദ്യത്തെ അന്ധനായ കക്ഷിയില്ലാത്ത ഇന്ത്യൻ പ്രസിഡന്റ് ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് പ്രസിഡന്റ് ചോദിച്ചപ്പോൾ മറ്റൊരു കുട്ടി പറഞ്ഞു, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ശത്രു പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ്. പിന്നീട് അന്ന് മീഡിയ പറഞ്ഞത് ഈ 2 കുട്ടികളുടെയും കാലുകൾ ചുംബിച്ചിട്ടാണ് പ്രസിഡന്റ് അവിടെ നിന്ന് പോയതെന്നാണ്. കാരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയ 2 ഉത്തരങ്ങളാണ് ഈ രാജ്യം അടിത്തറയായിട്ട് കാണേണ്ട 2 ശിലകളാണ് ആ കുഞ്ഞുങ്ങൾ ഉത്തരമായിട്ട് പറഞ്ഞത്. പൗരോഹിത്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നതും ദൈവ വചനമാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, പണിയപ്പെടേണ്ട ഒരു സഭയ്ക്ക്, സമൂഹത്തിന് രൂപം നൽകേണ്ട ദർശനങ്ങളുമായിട്ട് വേണം ഈ തിരുപ്പട്ടം സ്വീകരിക്കാൻ എന്നാണ്. ഈശോ മലയിലെ പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി പ്രത്യേകമായിട്ടുള്ള ഊന്നൽ കൊടുത്ത് സംസാരിച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈശോയുടെ ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ
അസല വ്യായാമമല്ല, വാക്കുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല. പഠിക്കപ്പെട്ട ഒരു ജീവിതം കൊണ്ട് നമ്മൾ ഉത്തരം നൽകണം. ക്രിസ്തീയ ജീവിതം, ആധ്യാത്മികത കേവലം നാൽക്കവണയിലെ പ്രസംഗങ്ങളോ സ്തുതിപ്പുകളോ ഉച്ചത്തിലുള്ള ആരവത്തോടു കൂടിയ പ്രാർത്ഥനകളോ മാത്രമല്ല. അതിനെല്ലാം അപ്പുറത്തുള്ള ഒരടിത്തറ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങൾക്കും പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. ഏതൊരു മനുഷ്യനും പണിയാനാഗ്രഹിക്കുന്ന കെട്ടിടത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് അടിത്തറ പാകുന്നത്. ഒരു ഓലപ്പുരയ്ക്ക് വളരെ ആഴമായ അടിത്തറ ആവശ്യമില്ല. ബോധമില്ലാണ്ട് നമ്മൾ കെട്ടിടം പണിതാൽ അതിനെ പിടിച്ചിരിക്കാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം, ഈ അടിത്തറയ്ക്ക് വേണ്ട മൂലധനം ഉടമസ്ഥൻ മാത്രമേ അറിയുന്നുള്ളൂ. വലിയ കെട്ടിടങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവായി കഴിയുമ്പോഴും മണ്ണിന് മുകളിൽ ഒന്നും കാണാനില്ല. ചെയ്ത ജോലികളെല്ലാം മണ്ണിന് അടിയിലാണ്, മറ്റാരും അത് കാണുന്നില്ല. ഒരു വൈദിക വിദ്യാർത്ഥിയുടെ ദൈവവചന പഠനം ഒരു പരിധിവരെ ഇതുപോലെയൊക്കെയാണ്, മറ്റാരും അത് അറിയുന്നില്ല. ബാഹ്യമായിട്ടുള്ള വലിയ പ്രകടനങ്ങളൊന്നും അവിടെയില്ല. ഒരു പരിധിവരെ അവർ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഈ അടിത്തറയ്ക്ക് ആവശ്യമായ തിരുവചനങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങൾ എല്ലാം കണ്ടെത്തുകയാണ്. ഉണ്ടാകാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ അടിത്തറയെടുക്കുന്നത്. ഇന്ന് ഭൂമി കുലുക്കത്തിൻ്റെ കാലമാണ്, വെള്ളപ്പൊക്കത്തിൻ്റെ കാലമാണ്. ഏത് അവസരത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മെ പിടികൂടി എന്ന് വരാം. അപ്പം അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടിടാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെങ്ങനെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അറിയപ്പെട്ടവരല്ല. സുവിശേഷ വചനങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി വഴി നിങ്ങൾ ഇതുവരെയും അറിയപ്പെട്ടിട്ടില്ല. നിങ്ങൾ വളരെ ബലഹീനമായ, വൈകാരികമായ, ബാഹ്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിലൂടെയൊക്കെ ഓടി നടന്ന് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയവർ മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് പലപ്പോഴും സാധ്യമല്ല. നമ്മൾ കേട്ടല്ലോ, കാറ്റ്, മഴ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ, അടിക്കുമ്പോൾ മണലിൽ പണിത വീട് അടിത്തറയെക്കുറിച്ച് വേണ്ട പഠനങ്ങളില്ലാതെ നമ്മൾ ചെയ്യുന്ന ഏതു കാര്യവും വീണു പോവുകയാണ്. ആ വീഴ്ച ഭയാനകമാണ്. അത് ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള ഒരു മനുഷ്യൻ തെറ്റായ ജീവിതത്തിലൂടെ വ്യാപരിച്ച് അവൻ ഏറ്റുവാങ്ങുന്ന നിത്യ നാശത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ്. ഭയാനകമായ ഒരു വീഴ്ച. ആർക്കും അവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം പ്രയാസമാണ്. വൈദിക ശുശ്രൂഷ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. പാറമേൽ പണിയപ്പെട്ടവരായിട്ടാണ് ശമാശന്മാര് തിരുപ്പെട്ട ശുശ്രൂഷയ്ക്കായി മദ്ബഹായിലേക്ക് വരുന്നത്. യഹോവ തന്നെയായിരുന്നല്ലോ ഇസ്രായേൽക്കാരെ വെട്ടിയെടുത്ത പാറ. ഈശോയാണ് പുതിയ നിയമത്തിലെ യഥാർത്ഥ പാറ. പത്രോസ് പാറയാണ്, ശ്ലീഹന്മാരും പാറയാണ്. അവിടെയെല്ലാം ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പത്രോസ് 1-ാം അധ്യായത്തിൽ
ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗമുണ്ടല്ലോ. വാസ്തവത്തിൽ ആ സുവിശേഷത്തിൽ ഈശോ പത്രോസിനെ വിളിച്ചതല്ല. പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് വീട്ടിൽ ചെന്ന് ഈശോയെ കണ്ടു എന്ന് പറഞ്ഞ് he was brought to Jesus by his brother Andrew. ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് ചെയ്തത്. സഹോദരൻ പറഞ്ഞു, നമുക്ക് ഈശോയെ ഒന്ന് പോയി കാണാം. അപ്പോൾ അവിടെ പിന്നീട് ഒരു സംഭാഷണവും നമ്മൾ കാണുന്നില്ല. ഈശോ അവനെ നോക്കി, ശീമോനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഹേപ്പായാണ്, നീ മിടുക്കനാണ്, നീ സ്മാർട്ടാണ്, നിന്റെ സഹോദരനേക്കാൾ മെച്ചപ്പെട്ടവനാണ്, ഞാൻ വിളിച്ച മറ്റ് ശിഷ്യന്മാരെക്കാൾ വളരെ മുമ്പിൽ നിൽക്കാൻ ക്വാളിറ്റി ഉള്ളവനാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഐ നീഡ് യു. യു ആർ പീറ്റർ. കേപ്പ പാറയാണ്, വിശ്വാസത്തിൻ്റെ പാറയാണ്, ശിഷ്യന്മാരിലെ ഒരു ഐക്യനാണ്. നിന്റെ മേലാണ് ഞാൻ പരിശുദ്ധ സഭയെ പണിയുന്നത്. ഇതോരോ ഷമാസിനെ സംബന്ധിച്ചും വാസ്തവമാണ്. കർത്താവ് നോക്കിയിട്ട് ഉടനെ പറഞ്ഞു, നീ പാറയാണ്. പാറമേൽ പണിയപ്പെടേണ്ട ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ അടിത്തറയാകാൻ പറ്റിയ വിധത്തിലാണ് നീ ജീവിച്ചതും പെരുമാറിയതുമെല്ലാം. ഈ പാറ പോലെ, വിശ്വാസത്തിൻ്റെ പാറ പോലെ നമുക്ക് പെരുമാറണമെങ്കിൽ ഈശോയുടെ അടുക്കൽ നമ്മൾ വരണം. പത്രോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും അതാണല്ലോ. പിന്നീട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, കുഷ്ഠരോഗികളും തുടർവാദ രോഗികളും പിശാചബാധിതരും എല്ലാം ഈശോയെ കണ്ട് മുട്ടുന്നിടം വരെ ഒരുപാട് ക്ലേശിച്ചു. പക്ഷേ കണ്ടുമുട്ടിയപ്പോൾ, ഈശോയുടെ അടുക്കൽ വന്നപ്പോൾ വലിയ സന്തോഷമായി. എല്ലാ രോഗങ്ങളും മാറി, നല്ല സൗഖ്യം കിട്ടി. ഒരു വൈദികൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോയുടെ അടുക്കലാണ് എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, നിരന്തരമായിട്ട് ദൈവവചനം വായിച്ച് പഠിക്കുന്നവനായിരിക്കണം. വചന ശ്രവണം. അഗ്നിശമാശൻ തിരുവചനങ്ങൾ ധാരാളം പഠിക്കുന്നയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവരും പറയുന്നതാണ്, ദൈവവചനം വായിക്കുകയും തിരുവചനങ്ങൾ പഠിക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ശമാശൻ. വചന വായനയും വചന ശ്രവണവുമാണ് ചെറിയ പാറകളായിട്ട് പത്രോസിൻ്റെ കൂട്ടത്തിൽ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുവാൻ പറ്റുന്ന വ്യക്തികളായിട്ട് നമ്മളെയും മാറ്റി എടുക്കുന്നത്. ഇന്ന് പലപ്പോഴും പാദാന്തികത്തിങ്കലിരുന്ന് ഈശോയോട് കൂടിയിരുന്ന് വചനം കേൾക്കാനും വായിക്കാനും പഠിക്കാനും എല്ലാമുള്ള സാധ്യതകൾ പലരും നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, സെക്കുലറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് പ്രാധാന്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടി നടക്കുകയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ ഈ അടുത്ത നാളുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ഓട്ടം പാദാന്തികത്തിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ഒരു ഓട്ടം ഇന്ന് നമ്മുടെ അടിത്തറകളെ ഇളക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നിന്ന്, ദൈവശാസ്ത്രത്തിൽ നിന്ന് ട്രപ്പേസിയോളജി എന്ന് പറയുന്ന മറ്റ് ശുശ്രൂഷകൾക്കായിട്ട് മേശയിൽ കൂട്ടുമുറിയിൽ ശുശ്രൂഷിക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അമിത വ്യഗ്രത കാണിക്കുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് നമ്മളും കമന്നടിച്ച് വീഴുകയാണ്. അത്ഭുത പ്രവർത്തനങ്ങളിലും അതിസ്വാഭാവിക കാര്യങ്ങളിലുമെല്ലാം കൂടുതലായിട്ടുള്ള ആവേശം മനസ്സിൽ
കാത്തു സൂക്ഷിച്ച് ഓടി നടക്കുന്ന ഒരു പ്രവണത. അതിനെല്ലാം അർത്ഥം നൽകുന്നത് ഒരച്ഛന് നല്ലതുപോലെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനും നല്ലതുപോലെ ദൈവവചനം വ്യാഖ്യാനിക്കാനും കഴിയുമ്പോൾ മാത്രമാണ്. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്ത അത്ഭുതവും നിങ്ങളുടെ മറ്റ് പ്രഘോഷണങ്ങളും നിങ്ങളുടെ അധര ശുശ്രൂഷയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഞാൻ കേട്ടിട്ട് പോലുമില്ല, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. അതാണ് ഇന്നത്തെ കാലത്തിന് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു തിരുത്തൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. വൈദിക ശുശ്രൂഷ എക്കാലവും സഭ പുണ്യപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നതാണ്. പക്ഷേ നമ്മൾ വീണു പോകാതിരിക്കാൻ നല്ലതുപോലെ ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും പരിചയപ്പെടുന്നവർക്കും എല്ലാം അനുഭവപ്പെടണം. നമ്മളിലുള്ള പോരായ്മകൾ മാത്രമേ ഇന്ന് സമൂഹം കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ മോശമായ ശൈലികൾ എപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ലത്തീൻ ഭാഷയിൽ പറയാറുണ്ടല്ലോ, മാല ഹെർബ ചിത്തോ ക്രേഷി. കളകൾ നല്ല സ്പീഡിൽ വളരും, വിത്തുകൾ ഞെരിക്കപ്പെട്ട് പിടിപ്പിക്കപ്പെട്ട് മങ്ങി നിൽക്കും. കളകൾ വളരുകയാണ്, പോരായ്മകൾ പുറത്തേക്ക് എടുക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. കളകൾ പറിച്ചു കളയാൻ നമുക്ക് സാധിക്കാത്ത വിധത്തിൽ നമ്മൾ ഈ ഏൽക്കുന്ന അടികൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ പലപ്പോഴും നമ്മൾ വിഷമിക്കുകയാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്ന ആ കാര്യം, ലോകത്തിൻ്റെ ഏത് നാടുകളിലും ഏത് അവസരത്തിലും വലിയ മഴയും കൊടുങ്കാറ്റും എല്ലാം ഉണ്ടാകും. വീണുപോകാത്ത ഒരു നല്ല അച്ഛനായിട്ട്, തകർക്കപ്പെടാത്ത ഒരു സഭയെ നിർമ്മിക്കുന്നതിൽ പങ്കാളി ആകുന്ന ഒരു അച്ഛനായിട്ട് മാറാനാണ് ഈ അവസരത്തിൽ കുറുപ്പശ്ശേരിയിൽ ആൽബി ശമാശന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം തിരുപ്പട്ട സ്വീകരണത്തിലൂടെ ഈശോയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് തിരിക്കുകയാണ്. സ്വർഗത്തെ കണ്ടുമുട്ടുന്ന ഒരു അവസരമാണ് കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുക എന്നത്. ശമാശന് അലുവ മംഗലം സെമിനാരിയിലാണ് വൈദിക പരിശീലനത്തിൻ്റെ പ്രധാനപ്പെട്ട നാടുകളെല്ലാം ചിലവഴിച്ചിട്ടുണ്ട്. ആ നാടുകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ അച്ഛനും അദ്ദേഹത്തിൻ്റെ മറ്റ് ഉപമേലധികാരികളുമൊക്കെ ആൽബി ശമാശനുള്ള കഴിവുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഇടപെടലുകളെക്കുറിച്ചെല്ലാം നല്ലതുപോലെ എഴുതുകയും റിപ്പോർട്ട് ചെയ്യുകയും നേരിട്ട് കണ്ടപ്പോൾ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല തിരുവചന പരിചയമുള്ള ആളാണ്. സുവിശേഷം പഠിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് ഏറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. നല്ലൊരു മോട്ടിവേഷൻ അത്തരത്തിൽ അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം നിങ്ങളുടെ സ്വന്തം ആളാണ്, ഈ കത്തീഡ്രൽ ഇടവകയുടെ ആളാണ്. അദ്ദേഹത്തെ നന്നായിട്ട് പ്രസംഗിക്കാനും പാട്ടുപാടാനും ഓർഗനൈസ് ചെയ്യാനും പൊതുവേദികളിൽ നല്ല ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാനും ഒക്കെ ഹെൽപ്പുള്ളയാളാണ്. നല്ല ബൗദ്ധികമായ നിലവാരം അദ്ദേഹത്തിനുണ്ട്. സെമിനാരികളിലെ പ്രത്യേകിച്ച് അവസാന വർഷങ്ങളിലെ പൊതു പരീക്ഷകളിലെല്ലാം വളരെ ഉയർന്ന ഒരു നിലവാരം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് അരവാളിനെ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഇരിഞ്ഞാലക്കുട രൂപതയിലെ പ്രിയപ്പെട്ട വൈദികനുമെല്ലാം ശമാശനെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള റിപ്പോർട്ടിങ്ങാണ് സെമിനാരിയിലും മറ്റ് മേലധികാരികളുമൊക്കെ നൽകിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ടാലന്റുകൾ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് കുറുപ്പശ്ശേരി തറവാട്ടിലെ
ജോസഫ് ജമാഷന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണത്. ആ കുടുംബത്തിൽ നിന്നാണ് ഇതുപോലെ വ്യത്യസ്തമായ മികവും കഴിവും എല്ലാമുള്ള ഒരു ശുപാർശനെ നമ്മുടെ രൂപതയ്ക്ക് ദൈവം സമ്മാനമായിട്ട് തന്നത്. അദ്ദേഹത്തിന് നല്ല മിഷൻ ഓറിയൻറ്റേഷനുണ്ട്. കുറേ നാൾ നമ്മുടെ രൂപതയുടെ കാര്യസ്ഥതയിൽ നടക്കുന്ന അതിരുവാദ രൂപതയിലെ പ്രദേശത്ത് അദ്ദേഹം മിഷൻ ശുശ്രൂഷകൾ ചെയ്തിരുന്നു. അതെല്ലാം ഭാവിയിലും പൗരോഹിത്യ ശുശ്രൂഷയുടെ വ്യത്യസ്ത മാനങ്ങൾ തിരിച്ചറിയാനായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കരുവാസനയിലെ അദ്ദേഹത്തെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയ പ്രത്യക്ഷനെയും മറ്റു വൈദികരെയും അവരുടെ ഒരാളാണ്. പിന്നെ വിഴിഞ്ഞാലിൻ്റെ കൂട്ടത്തിൽ ആർച്ചരീകനായിട്ട് നിൽക്കുന്ന പട്ടപ്പുറത്ത് മൈക്കിളച്ചന് നമ്മുടെ രൂപതക്കാരനുമായി പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അവരെല്ലാം ശുമാസിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്, നല്ല പരിശീലനം നൽകിയിട്ടുണ്ട്. ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയാം. വളരെ വിപുലമായ ഒരു റിപ്പോർട്ട് പ്രത്യക്ഷൻ നൽകിയിരുന്നു. ഇതിലേറ്റവും അവസാനത്തെ ഒരു കുഞ്ഞു കാര്യം, ഒരു തമാശയുടെ കാര്യമാണ്. പ്രത്യക്ഷൻ എഴുതിയിട്ടുണ്ട്, ഹിസ് ഹെൽത്ത് ഈസ് പെർഫെക്റ്റ്, പൂർണ്ണമായ ആരോഗ്യമുള്ള ആളാണ്. ദോ ഹിസ് വെയിറ്റ് ഈസ് നോട്ട് ഐഡിയൽ, അദ്ദേഹത്തിൻ്റെ തൂക്കം അത്ര ശരിയില്ലെങ്കിലും ആരോഗ്യം പരിപൂർണമാണ്. അങ്ങനെ ഘട്ടത്തിന് ഒരു തമാശയോട് പറഞ്ഞ് ആണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ പരിവശനായി പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ ഓർക്കുന്നു. ഷമാസിനെ സ്നേഹവാത്സല്യത്തോടെ ഓർക്കുന്നു. ശ്രീ അൽഫോൻസാമിക്ക് സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അഭിഷേക ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പിതാവേ, ആശ്വസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ കർത്താവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകളുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ്കോസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ ദുരിതാധീശനായ മാറേസ്യ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ രൂപതീശനും പിതാവുമായ മാറേസ്യ മെത്രാന്റെയും മറിയാക്കോ മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാത്തിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും ചെറിയവരെ സമ്പൂർണമായി അങ്ങേക്കാൽ അർപ്പണം ചെയ്യുവാൻ ദരിദ്രനായി തീർന്ന് അങ്ങേ അനുകരിച്ചാൽ എന്റെ ജീവിതം നയിക്കുവാനും മാർഗം വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാൻ ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ ജഗത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവന് സമൃദ്ധമായ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ പ്രസംഗിക്കുന്നതിന് അഭിമാനം കൊള്ളുവാൻ ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആളുകളെ നേടി പിടിക്കുവാനും അങ്ങയുടെ ജനത്തിൽ ഉൾപ്പെടാത്തവയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സംപ്രിയക്കാരനായിരിക്കുവാനും അവശതയും അനീതി അനുഭവിക്കുന്നവരെ
ചെയ്യുവാനും നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങേ ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കം, വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവേ, നിൻ ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്ക് എന്ന പോലെയും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അവമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. കർത്താവേ, ശുശ്രൂഷകനിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. സമാധാനമോടുകൂടെ കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ സ്തുത്യർഹമായ പ്രഭയാൽ അങ്ങയുടെ മുൻപാകെ വിനയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയനീയമാവിധം സ്വീകരിക്കുവാനും അധികാരപൂർവം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇയാളെ യോഗ്യനാക്കണമേ. പൗരോഹിത്യധർമ്മം ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. അധികാരിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരേക്കും. പൗരോഹിത്യത്തിന്റെ ഉന്നത പദവി
ദൈവത്തിൻ്റെ ഈ ദാസനേകുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് വേഗം വന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ ഗാനമാണ് തുടർന്ന് ആലപിക്കപ്പെടുവാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഈ ദാസന്റെ മേൽ സമൃദ്ധമായി നൽകണമേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഏകസ്വരത്തിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യജനത്തിന്മേ വന്നു നിറഞ്ഞു വസിച്ചവന ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിലങ്ങട്ടെ. വിശേഷം നൽകിടുവാൻ ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമിന്നരുദാസനായി പരിശുദ്ധാത്മാവേ പറഞ്ഞിറങ്ങണമേ പൗരോഹിത്യത്തിൻ പദവി സ്വീകരിക്കുന്ന ആളുടെ മേൽ കയ്യൊപ്പ് നടത്തുന്നതിന് മുൻപായി ഈ ദിവ്യകർമ്മം നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അഭിവന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാവിന് വേണ്ടി നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധ റൂഹായുടെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോടൊത്ത് ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എന്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. പട്ടം നൽകൽ ശുശ്രൂഷ നാം എത്തിക്കഴിഞ്ഞു. പട്ടം നൽകൽ ശുശ്രൂഷയ്ക്ക് രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളാണ് ഉള്ളത്. കാർമികൻ ഇടതേ രാജാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന യാചനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുകരം വൈദികാർത്ഥമേൽ ഉയർത്തിപ്പിടിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവിക ദാനങ്ങൾ ഈ ആളുകളെ വർഷിക്കപ്പെടട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം.
തുടർന്ന് പട്ടം സ്വീകരിക്കുന്ന ആളിനെ നെറ്റിമുതൽ പുറകോട്ടും വളർന്നുകൊണ്ട ഇടത്തോടും ഗ്ലോസ് ചെയ്യുന്നു. ദൈവത്തിന്റെ അന്തസ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ഉയരുന്ന തീക്ഷ്ണമായ പ്രാർത്ഥന ഈ സഹോദരന് വേണ്ടി നമുക്ക് അർപ്പിക്കാം. സമാധാനം നമ്മോടുകൂടെ. നല്ലവരായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ജനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങയെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ റൂഹായുടെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവേൻ. ദൈവത്തിന്റെ സഭയിൽ പ്രൗഢനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന സംസ്ഥാനം ജോസഫ് കുറിപ്പിച്ചേക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ മികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺപാർക്കണമേ. പരിശുദ്ധ റൂഹായുടെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവനെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മമ്മുദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി പരിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്ന വദനനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ പരിഭക്തിജനകമായ സിംഹാസനത്തിൽ മുണ്ടാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി
പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. സ്വൈഹികമായ കേൾപ്പ് വഴി കുറുപ്പശ്ശേരിയിൽ ജോസഫ് സംസ്ഥാനം ബലിയർപ്പിക്കുവാൻ വേണ്ടി മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് പുരോഹിതനായി തീർന്നിരിക്കുന്നു. ഇതുവരെ ഇദ്ദേഹം ധരിച്ചിരുന്നത് സംസ്ഥാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങളായിരുന്നു. ആ സ്ഥാനത്ത് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അഭിവന്ധ്യ പിതാവ് നവപുരോഹിതനെ അണിയിക്കുന്നു. തുടർന്ന് ആരാധനാ സമൂഹത്തിന്റെ മധ്യത്തിൽ വിശുദ്ധ സുവിശേഷം വായിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനുമുള്ള പുരോഹിത കർത്തവ്യം സൂചിപ്പിക്കുവാൻ അഭിവന്ധ്യ പിതാവ് നവപുരോഹിതന് സുവിശേഷ ഗ്രന്ഥം നൽകുകയും അദ്ദേഹം അത് ചുംബിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നവപുരോഹിതന്റെ നെറ്റിയിൽ കാർമികൻ റൂസ്മ ചെയ്യുകയും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവായ ഈശോയുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് കുറുപ്പശ്ശേരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്റെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവനാളങ്ങളെല്ലാം അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ദാസൻ കാർമിക നായകമാ
ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിക്കൂ. ആരാധനാദാസനെ ആരാധനവാനാക്കണമേ. ഭാവിയാൽ മാത്രമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. കൃപയും അനുഗ്രഹവും ഭണ്ഡാരത്തിൽ നിന്നിവരിൽ ലോകമിടാൻ ഒഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാകട്ടെ. ആമേൻ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത വൈദികഗണം മുഴുവൻ തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതിയതായി ചേർക്കപ്പെട്ട നവവൈദികന്റെ കരങ്ങൾ ചുംബിച്ച് അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ അഭ്യർത്ഥനകളും പ്രാർത്ഥന ആശംസകളും അർപ്പിക്കുന്നു.
ആകാശത്തിലെ ഭൂമിയിൽ സൃഷ്ടിച്ചെല്ലാവരിൽ നിന്ന് ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിനുള്ള നവോദനം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ നയിക്കും. അങ്ങ് പരിശുദ്ധൻ 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 അങ്ങയുടെ മഹത്വ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകലനന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിന്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കുരിശിന്റെ ശക്തിയും ദൈവസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധനെയും അനുഗ്രഹീതമാതാവും കൃപാപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മാർഗ്ഗത്തിന്റെയും സ്നാപകനായ
എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. വിശുദ്ധ സ്നേഹന്മാരെയും സുവിശേഷന്മാരെയും പ്രാർത്ഥനകളും സൃഷ്ടിയെ സമാധാനം ലഭിക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രകാശകനായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാതനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. ഭാരതത്തിന്റെ വിശ്വാസത്തിൽ തീഷ്ണതയും പ്രേക്ഷിത ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. വേദസാക്ഷിയായ സ്തഫാനോസിന്റെയും പൗരസ്ത്യപുരുഷന്മാരായ മാറിയുടെയും മാറിയാക്കോബിന്റെയും മാർഗീവർഗീസിന്റെയും കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും അപ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ സ്വാമിയുടെയും വിശുദ്ധ ചാവളത്തിന്റെയും ഞങ്ങളുടെ സഭയിലെ എല്ലാ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുന്നതാകട്ടെ. പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശുദ്ധനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര വഹിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് സൂക്ഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള അവിടെ തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ചെല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കണ്ണുകളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവരായ ദൈവം പ്രഭാവനങ്ങൾ കൊണ്ട് നയിക്കട്ടെ. ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. സ്വൈഹികമായ ദൈവത്തിന് വഴി തന്റെ വിശുദ്ധമായ ശുശ്രൂഷ പദവിയിലേക്ക് ഉയർത്തിയ അഭിവൃദ്ധി പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കുവാൻ നവവൈദികൻ അഭിവൃദ്ധി പിതാവിന് കത്തിച്ചെത്തിക്ക് നൽകുന്നു.